കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ആവർത്തിച്ച് വായിക്കുന്നില്ല. നിത്യതയ്ക്ക് വേണ്ടിയുള്ള ജീവിതം, ലിവിങ് ഫോർ ഇറ്റേണിറ്റി. നിത്യതയിലേക്ക് പോകാൻ ജീവിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരായി, വേറെ രീതിയിൽ പറഞ്ഞാൽ ലിവിങ് വിത്ത് ഇറ്റേണിറ്റി സ്റ്റാമ്പ് ഇൻ അവർ ഐസ്. നമ്മുടെ കണ്ണുകളിൽ നിത്യത മുദ്ര വെച്ച് ജീവിക്കണം. വ്യത്യസ്തമായ ഒരു അനുഭവം. അങ്ങനെ ജീവിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണാം. പ്രാർത്ഥിക്കുന്നു, തിരുവചനത്തെ അനുഗ്രഹിച്ച് തരണമേ, ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ളത് തരണമേ, അടിയുടെ അധരത്തെ ശക്തീകരിക്കണമേ, ഹൃദയത്തെ ശുദ്ധീകരിക്കണമേ. കർത്താവ് മാത്രം ഓർക്കണം. ഈ ദിവസങ്ങൾ ഓടിയവർ, അധ്വാനിച്ച് കണ്ണുനീർ കുറിച്ച്, കർത്താവ് നീയാണ് പ്രതിഫലം കൊടുക്കുന്നത്. അങ്ങയുടെ പക്കലുള്ളത് ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ. ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത്? കർത്താവ് നമുക്ക് വേണ്ടി ഭാഗ്യകരമായ ഒരു പ്രത്യാശ തന്നിരിക്കുന്നു. എത്ര വലിയ പ്രത്യാശ! യേശു നമുക്ക് ഈ ലോകത്തിൽ മതിയായവൻ. അത് മാത്രമല്ല, കർത്താവ് നമ്മളെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കും. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകും. ഈ വാക്യങ്ങളുള്ള പ്രത്യാശയുടെ ആളുകൾ ചുരുക്കാം ലോകത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. He is preparing a place for us. എന്നാൽ അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ഇന്ന് നാം എങ്ങനെ ജീവിക്കണം? How then shall we live today? ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോലെ, when rubber meets the road, how shall we live? ഈ ജീവിതത്തിൽ നമ്മൾ പ്രായോഗികതയിലേക്ക് പോകുമ്പോൾ 3 ദിവസമൊക്കെ ദൈവവചനമൊക്കെ കേട്ടു. ഇനി ഇവിടെ നിന്നിറങ്ങി ജോലിക്ക് പോകും, സ്വന്തം സാഹചര്യത്തിലേക്ക് പോകും, ബിസിനസ്സിലേക്ക് പോകും, ഹോസ്പിറ്റലിലേക്ക് പോകും. ഇവിടെയൊക്കെ പോകുമ്പോൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം? നിത്യത നമ്മുടെ ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്ക് വിൽ ഹാവ് എ ഡിഫറെന്റ് വേൾഡ് വ്യൂ. ലോകത്തെ വേറെ രീതി കാണും. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം എൻ്റെ അമ്മ മരിച്ചു. കർത്താവിന് നിദ്ര പ്രാപിച്ചു. ഓഗസ്റ്റ് 28. ദീർഘവർഷങ്ങൾ കർത്താവിനെ സ്നേഹിച്ചു, സേവിച്ചു. അങ്ങനെ എൻ്റെ ഒരു അമ്മ എൻ്റെ എനിക്ക് തന്നു, പ്രാർത്ഥിക്കുന്നു അമ്മ. എന്നാൽ ഒരു 97-ലായി, 92, 93 കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഇന്നും നടക്കാനൊക്കെ പോയ ചമച്ചിയുടെ മുറിയിലൊന്ന് വന്ന് കുറച്ച് നേരം ഇരിക്കും. ഞാൻ നടന്നേച്ച് വരുമ്പോൾ അമ്മച്ചി പത്രം വായിക്കുന്ന സമയം. രാവിലെ എഴുന്നേറ്റ് വായിക്കും. ദൈവവചനമൊക്കെ പഠിച്ചതിന് ശേഷം പത്രം വായിക്കുന്ന സമയം. അതെടുത്ത് വായിക്കുമ്പോൾ ഈ ചരമവാർത്തയുള്ളത് ഒബിച്വറി കോളം എല്ലാം നോക്കും. പല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മ കുറഞ്ഞു വന്നുകൊണ്ട് ആവർത്തിച്ച് ഒരേ കാര്യം പറയും. എടാ, പരിചയമുള്ളവരുടെ മുഖം ഒന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. ഇത്ര കഴിയുമ്പോൾ പറഞ്ഞു, പരിചയമുള്ളവരൊക്കെ ഇപ്പൊ അപ്പുറത്താണ്. അപ്പോൾ ഈ പ്രായമായപ്പോൾ പരിചയക്കാർ മുഴുവൻ കൂടുതലും ഇപ്പോൾ നിത്യതയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ ഏതോ ഒരു സമയം വരുമ്പോൾ ഇപ്പുറത്തേക്കാൾ അപ്പുറത്തിന് പ്രസക്തി വരുന്നൊരു സമയം വരും. A time will come when eternity will become more important than today. അത് ഇപ്പോഴേ കണ്ട് ജീവിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അപ്പോസ്തലനായ പൗലോസ് അതാണ് ഇവിടെ നമുക്ക് പഠിക്കുന്നത്. ആ ദിവസം അതിനെ വെളിപ്പെടുത്തും എന്ന് ദൈവത്തിന്റെ ദാസൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 12-ാമത്തെ വാക്യത്തിൽ. ആ ദിവസം അത് വെളിപ്പെടുത്തും. 12-13 That day. ആരോ ഒരാൾ പറഞ്ഞ അപ്പോസ്തലന്റെ ജീവിതത്തിൽ 2 ദിവസമേ ഉള്ളൂ.
ടുഡേ ആൻഡ് ദാറ്റ് ഡേ. നമുക്കും അത്രയുള്ളതെന്ന് എൻ്റെ വിശ്വാസം. ഇന്ന് കർത്താവിന് വേണ്ടി, ആ ദിവസം കർത്താവിനോട് കൂടെ. അപ്പോൾ ഈ രണ്ടിന്റെ വെളിച്ചത്തിൽ ജീവിക്കാമെങ്കിൽ നാം ഭാഗ്യവാന്മാരാണ്. ഇതിനകത്ത് ദൈവത്തിന്റെ ദാസൻ പറയുന്ന ചില സത്യങ്ങൾ ഞാൻ ഇന്ന് ഇരുന്ന് അവനവന്റെ എൻ്റെ പേഴ്സണലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കെല്ലാം ഉപയോഗിച്ച് 10 പ്രാവശ്യമുണ്ട്. ആ 10 മുതൽ 15 വരെയുള്ള വാക്യത്തിൽ ഈച്ച് മാൻ, ഓരോ കാര്യം അവനവന്റെ, തൻ്റെ, എൻ്റെ. അപ്പോൾ അതിന്റെ അർത്ഥം ഒരിക്കൽ നിത്യതയിൽ ചെല്ലുമ്പോൾ കൂട്ടമായിട്ടുള്ള ഒരു അക്കൗണ്ടബിലിറ്റി അല്ല. We all have to stand before him. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ അവനവൻ ശരീരത്തിൽ ഇരിക്കുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രതിഫലം വാങ്ങേണ്ടതിന് നാം എല്ലാവരും അവന്റെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. We have to stand before that throne. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ മനുഷ്യൻ ചെയ്തൊരു പണിയുണ്ട്. വലിയൊരു ഗോപുരമുണ്ട്. We are all building. ബിൽഡിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് 3-ാമത്തെ അധ്യായത്തിൽ മെച്യൂരിറ്റിയെ കുറിച്ച് പറഞ്ഞു, ശിശുക്കളൊക്കെ വളരണമെന്ന് പറഞ്ഞു, ഫാമിങ്ങിനെ കുറിച്ച് പറഞ്ഞു, കൃഷിയെ കുറിച്ച് പറഞ്ഞു, വളരെയധികം ഫലം കായ്ക്കണം, മസ്റ്റ് ബി ഫ്രൂട്ട്ഫുൾ ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു ബിൽഡിങ്ങിനെ കുറിച്ച് പറയുക. ആ ബിൽഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യന്റെ പണിയെ, അതായത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രവൃത്തികളെയാണ് കാണിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ ജനമെല്ലാം കൂടെ കൂടി ഒരു പണി ചെയ്യാൻ തീരുമാനിച്ചു. നമുക്ക് ഒരു പേര് സമ്പാദിക്കേണ്ടത്, ഒരു ഗോപുരം പണിയാം. Let us make a tower to make a name for ourselves. ദൈവം ആദ്യമൊക്കെ അനുവദിച്ചു. എന്നാൽ പണി അങ്ങോട്ട് കയറി വന്നപ്പോൾ തിരുവചനത്തിൽ പറയുന്നു, അവർ ചെയ്യുന്നത് എന്തെന്ന് കാണേണ്ടതിന് ദൈവം ഇറങ്ങി. God came down. ഇതിനകത്തോടെ കിട്ടുന്ന ഒരു ദൂതുണ്ട്. നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റിയുടെ മേൽ there is a divine inspection always. നമ്മൾ പലപ്പോഴും അതിന് മറന്നു. എന്തെങ്കിലും ചെയ്താൽ ആരും അറിയുന്നില്ലെന്ന്. അങ്ങനെയല്ല. നമ്മുടെ പ്രവൃത്തികളുടെ മേൽ ദൈവത്തിന്റെ ഒരു ഇൻസ്പെക്ഷനാണ്. ദൈവത്തിന്റെ ഇൻസ്പെക്ഷൻ മാത്രമല്ല, there is a divine judgment also. മനുഷ്യൻ ചെയ്ത പണി കാണേണ്ടതിന് കർത്താവ് ഇറങ്ങി വന്നു എന്ന് മാത്രമല്ല, അതിനെ ശോധന ചെയ്തതിന് ശേഷം ദൈവം അവരെ ന്യായം വിധിച്ചിട്ട് മനുഷ്യനെ ചിതറിച്ചുള്ളത്. അത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ആ ദിവസം നമ്മുടെ പ്രവൃത്തികളെല്ലാം ശോധന ചെയ്യുന്ന ഒരു ദിവസമാണ്. നമുക്കൊരുമിച്ച് നമ്മുടെ ജീവിതം അങ്ങനെയെങ്കിൽ എങ്ങനെ ജീവിക്കണം? ഹൗ ദെൻ ഷാൽ വി ലിവ്? ഫ്രാൻസിസ് ഷേഫറിന്റെ ഒരു പുസ്തകത്തിന്റെ തലക്കെട്ടാണ് ഹൗ ദെൻ ഷാൽ വി ലിവ്. നാം എങ്ങനെ ജീവിക്കണം? അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണം, ബി കെയർഫുൾ ഹൗ യു ബിൽഡ്. എങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് ഞാനും നിങ്ങളും അനുദിനം സൂക്ഷിക്കണം. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ അന്ന് നമ്മൾക്ക് കണക്ക് ബോധിപ്പിക്കണം. നമ്മുടെ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാറ്റിനും ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് നാം. എന്ത് സൂക്ഷിക്കണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൗ ഷാൽ വി ബിൽഡ്? എങ്ങനെ നാം പണിയണം? ഒന്നാമത് നോക്കിയാട്ടെ, അപ്പോസ്തലൻ പറഞ്ഞു തന്റെ അനുഭവത്തിൽ എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം താൻ പണിയാൻ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഗ്രേസ് ഓഫ് ഗോഡ് അതിന്റെ മോട്ടീവ് ഫോഴ്സ്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ഗോപുരം പണിയാൻ പോയവർ അവരുടെ സ്വന്തം ശക്തിയാണ്, സ്വന്തം താല്പര്യമാണ്, സ്വന്തം അവരുടെ പ്രസിദ്ധിയാണ്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവകൃപ അതിൽ നിന്ന് എത്ര വ്യത്യാസമാണെന്നറിയാവും. ഗ്രേസ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ എലിമെന്റ്. നമ്മുടെ ജീവിതത്തിൽ ദൈവകൃപ വ്യാപരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിനും ആളത്വത്തിനും തന്നെ ഒരു മഹത്വമുണ്ട്, ഒരു ബ്യൂട്ടി ഉണ്ട്, ഒരു മനോഹരത്വമുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ആവശ്യിക്കണം എന്ന് നാം പ്രാർത്ഥിക്കണം.
ഗ്രേസ് ഇസ് എ വണ്ടർഫുൾ തിങ്. അത് നമുക്ക് ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. സെൽഫ് എഫർട്ട് അല്ല, ഫുൾ ഓഫ് ഫെയ്ത്ത് ആൻഡ് ഗ്രേസ്. ഈ പുതിയ നിയമത്തിൽ വരുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുണ്ട്, ബർന്നബാസ് എന്നാണ് പേര്. അദ്ദേഹം വലിയ പ്രവൃത്തിയൊന്നും ചെയ്തതായി വേദപുസ്തകത്തെ രേഖപ്പെടുത്തിയിട്ടില്ല. പൗലോസ് പ്രസംഗിച്ചതുപോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പത്രോസ് ചെയ്ത അതിശയങ്ങളെ പോലെയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ആ മനുഷ്യനിൽ ഉണ്ടായിരുന്ന ദൈവകൃപ, മനസ്സന്തരപ്പെട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു കൃപയുണ്ടായി. തനിക്കുള്ളതൊക്കെ പങ്കുവച്ചു. പ്രവൃത്തി 4-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാം, God gave him a grace to give. ഈ കൊടുക്കുമ്പോൾ കൃപയോടെ കൊടുക്കുന്നതുകൊണ്ട് അല്ലാതെ കൊടുക്കുന്നതുകൊണ്ട്, കൃപയോടെ കൊടുക്കുന്നതിനൊരു വലിയൊരു അനുഗ്രഹമുണ്ട്. He was willing to share gracefully. ഒരല്പം കൂടെ മുമ്പോട്ട് വന്നപ്പോൾ കൊരിന്തിൽ ഒരു സഭ സ്ഥാപിക്കപ്പെട്ടു. ഇൻസ്പെക്ഷന് വേണ്ടി ആളിനെ വിടണം. അവർ വിട്ടത് ബർന്നബാസിനെയാണ്. അവിടെ ചെന്ന 11:24 നാം വായിക്കുന്നു, ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഇത്ര നല്ല മനുഷ്യനാണെന്നറിയാം. എവിടെ ദൈവകൃപ കണ്ടാലും സന്തോഷിക്കും. അങ്ങനെയുള്ളവർക്ക് എപ്പോഴും സന്തോഷിക്കാമെന്നായിരിക്കും എൻ്റെ വിചാരം. നമുക്കൊക്കെ നമ്മിലുള്ള ദൈവകൃപ കണ്ടതിലേ സന്തോഷിക്കത്തുള്ളൂ. But he was able to see the grace of God everywhere. അവിടെ സന്തോഷിക്കാൻ കഴിയും. അവിടെ എല്ലാം ദൈവത്തിന് സ്തോത്രം. മറ്റുള്ളവരിൽ സന്തോഷിക്കുന്ന ദൈവകൃപ. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ബർന്നബാസിനെ ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ട്. എല്ലാവരും തന്നെ അകറ്റി നിർത്തിയിരുന്ന സമയത്ത് ചേർത്ത് കൊള്ളുന്ന എത്ര നല്ലൊരു സ്വഭാവം. സംശയിച്ച് എല്ലാവരും മാറ്റി നിർത്തിയപ്പോൾ the grace of God operating in him, wonderful. ഏറ്റവും നന്നായി കാണുന്നത് മർക്കോസിനോടുള്ള ബന്ധത്തിലാണ്. പൗലോസ് പോലും പറഞ്ഞു, ഇവനെ ഇനി നമുക്ക് വേണ്ട, ഇട്ടിട്ട് പോയി ബാക്ക് സ്ലൈഡ് ചെയ്തു. We don't want him. ബർന്നബാസ് തനിക്ക് സാധ്യതകളൊക്കെ മാറ്റിവെച്ചു. പൗലോസിന്റെ കൂടെ തനിക്ക് വീണ്ടും ശുശ്രൂഷയ്ക്ക് പോകാമായിരുന്നു. He could have built a name for himself. പൗലോസും ബർന്നബാസും പൗലോസും ബർന്നബാസും പൗലോസും ബർന്നബാസും തുടർന്നു അങ്ങനെ തന്നെ പോയേനെ. എന്നാൽ തന്റെ ജീവിതത്തിൽ താൻ ഒരു തീരുമാനമെടുത്തു, അത് വേണ്ട. കാരണം പിന്മാറ്റക്കാരനും ബലഹീനനുമായ മനുഷ്യന്റെ പിന്നിൽ ഈ ബർന്നബാസിൽ കാണുന്ന ദൈവകൃപ, മാച്ച്ലെസ് ഗ്രേസ് ഓഫ് ഗോഡ് എന്തുമാത്രം ഉണ്ടെന്നറിയാം. ഞാൻ പലപ്പോഴും ഓർക്കും, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയത്തിന്റെ വെളിച്ചത്തിൽ നിത്യതയിലുണ്ടല്ലോ, ഇൻ ഇറ്റേണിറ്റി ഈ മനുഷ്യൻ ആദരിക്കപ്പെടും. ആരുമില്ലെങ്കിലും രണ്ടുപേരുണ്ടെന്ന് എൻ്റെ വിചാരം. പൗലോസ് ദൈവത്തിന് സ്തോത്രം ചെയ്യും ബർന്നബാസിന് വേണ്ടി. കർത്താവേ നന്ദി, ഈ മനുഷ്യനിൽ ഉണ്ടായിരുന്ന ദൈവകൃപയ്ക്കായി നന്ദി. മർക്കോസ് നിശ്ചയമായി ദൈവകൃപ എത്ര വലുതാണ്. അത് നമ്മുടെ നാവിൽ വന്ന എത്ര നല്ലതെന്നറിയാം. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക് എഴുതിയപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തി. നമ്മളിലൊക്കെ ചിലരൊക്കെ ഒരുപാട് സംസാരിക്കുന്നവരാ, ഷാർപ്പായി സംസാരിക്കുന്നവരാ, ഇന്റലിജന്റ് ആയിട്ട് സംസാരിക്കുന്നവരാ, നമ്മളൊക്കെ സംസാരിച്ചാൽ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നവരാ. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തൊരു സംസാരമുണ്ട്. ആ സംസാരത്തിന്റെ വിധമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൃപയോട് കൂടിയത് ഉപ്പിനാൽ രുചി വരുത്തി. ഇങ്ങനെയുള്ള ആളുകളോട് അടുത്തിരിക്കുന്നത് സന്തോഷമാണ്. ദൈവകൃപ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, when you do the work of the Lord, do it not with self effort but with the grace of God. ആ കൃപ അനുഭവിച്ചേ ഒക്കത്തുള്ളൂ, കൃപ ആസ്വദിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. ദൈവകൃപയാൽ രക്ഷിക്കപ്പെടുന്നത്. കൃപയാലല്ലോ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നു. കൃപയാലാണ് ജീവിതത്തിന്റെ രൂപാന്തരം. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, പ്രവർത്തിക്കുന്നതും കൃപയാലാണ്. 1 കൊരിന്ത്യർ 15 പറഞ്ഞിട്ടുണ്ട്, ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ഞാൻ അപ്പോസ്തലന്മാരിൽ ചെറിയവനെങ്കിലും എല്ലാവരെക്കാളും അധികമായി ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല എന്നോട് കൂടെയുള്ള ദൈവകൃപയാകുന്നു. ഇറ്റ്സ് എ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പണിതുകൊണ്ടിരിക്കുന്നവരാണ് ഇരിക്കുന്നവരെല്ലാം. വി ആർ ഓൾ ബിൽഡിംഗ്. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ ഒന്ന് സ്വാഗതം ചെയ്യണം.
ദൈവകൃപ വളരെ പ്രത്യക്ഷമായി വെളിപ്പെടുന്നുണ്ടോ? Grace of God will bring beauty to our life. മോശയുടെ പ്രാർത്ഥനയിൽ ഒരു നല്ലൊരു പ്രാർത്ഥനയാണ്, Lord, let your beauty dwell on us. നിന്റെ മഹത്വം, നിന്റെ മനോഹരത്വം, നിന്റെ തേജസ് ഞങ്ങളുടെ മേൽ ആവസിക്കണമേ കർത്താവേ. പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ let us be graceful people. നമ്മളെ കാണുന്നവർ ദൈവകൃപ കാണട്ടെ. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നോട്ടത്തിൽ, ഇടപാടിലൊക്കെ അതുണ്ടാകും. എന്നാൽ സാധാരണഗതിയിൽ വളരെയധികം വേദന കൊടുക്കുന്നവരാണ് നമ്മൾ, ഇല്ലയോ? വി ക്രിയേറ്റ് പ്രോബ്ലംസ്. എന്നാൽ അങ്ങനെയുള്ള ജീവിതത്തിൽ ദൈവകൃപ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു, ദൂഷകനായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപ ആ മനുഷ്യന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ എത്ര വ്യത്യാസം വന്നു. ഒരു പക്ഷേ ഇന്ന് രാത്രി നമുക്ക് ആവശ്യമാണ് ഗ്രേസ് ഓഫ് ഗോഡ്. ചോദിക്കും, അത് താഴ്മയുള്ളവർക്ക് ദൈവം ധാരാളമായി കൊടുക്കും. So how will we build things in our life? അല്ലെങ്കിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ദൈവരാജ്യത്തിൽ പ്രവർത്തിക്കുന്നത് കൃപയോടുകൂടി ആയിരിക്കണം. വിശ്വാസികളുടെ ഏറ്റവും അടിസ്ഥാന വാക്കാണ് ദൈവകൃപ. ആ കൃപയിൽ ഇല്ലാതെ നമുക്ക് സാധ്യമല്ല. കൃപ ഒന്നെന്നാശ്രയമായി, കൃപ ഒന്നെന്നാനന്ദമായി. വൈരികൾ വന്നാലും എതിരുയർന്നാലും കൃപ മതി. തിരുവചനത്തിൽ നല്ലൊരു വാക്യമാണ്, എന്റെ കൃപ നിനക്ക് മതി എന്ന് ദൈവം പൗരസഭസ്ഥനോട് പറഞ്ഞ, മൈ ഗ്രേസ് ഇസ് സഫിഷ്യന്റ് ഫോർ യു, സഫിഷ്യന്റ് ഫോർ എവ്രിതിങ്. ആ കൃപ നാം അനുഭവിക്കണം, കൃപയോടുകൂടി എനിക്ക് ലഭിച്ച ദൈവകൃപ. രണ്ടാമത് നോക്കാട്ടെ, എങ്ങനെ പണിയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ, ഓൺ ദാറ്റ് വൺ ഫൗണ്ടേഷൻ. ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഇത് ബാലപാഠമാണല്ലോ, അടിസ്ഥാനപ്പെട്ട് പണിയുന്നവരല്ലയോ നമ്മൾ. ഈ കർത്താവുമായുള്ള ബന്ധം ഉണ്ടാകുന്ന ഉപരിപ്ലവമായ ഒരു പണി ചെയ്താൽ അത് പോകും. Build on that foundation. There is only one foundation. വിശ്വാസികളോട് സംശയം വരുത്തുന്ന രീതിയിലുള്ള ഉപദേശങ്ങളായിരുന്നു. എന്നാൽ തിരുവചന പ്രകാരം ഞാൻ പറയട്ടെ, there is only one Savior. There is only one name under heaven by which we can be saved. There is only one Master, and his name is Jesus. ആകാശത്തിന് കീഴിൽ രക്ഷിക്കപ്പെടാൻ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, അതിൽ മാത്രമേ പണിയാവൂ. Build on that foundation. അതേ നിത്യത്തോടു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവത്തിന്റെ പുത്രൻ, അതിൽ മാത്രമേ നാം പണിയാവൂ. No other Savior, no other gospel also. എങ്ങനെയാണ് ഇതെല്ലാം പണിയുന്നത്? ഞാൻ 3 കാര്യങ്ങളുണ്ട്. How will we know whether we are building on this foundation? ഒന്ന്, കർത്താവിന്റെ അടിസ്ഥാനത്തിന്റെ മേലാണ് പണിയുന്നതെങ്കിൽ കർത്താവിന്റെ മഹത്വം മാത്രമായിരിക്കും നമ്മുടെ വിഷയം. നമ്മുടെ മഹത്വം വിഷയമായി വരുമ്പോൾ ആ സമയത്ത് അടിസ്ഥാനത്തിന്റെ മേലല്ല പണിയുന്നത്. തിരുവചനത്തിൽ ഒരു വാക്യമുണ്ട്, ദൈവം തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കുകയില്ല. When we touch God's glory, we are on dangerous ground. ദൈവമക്കളെന്നും ആത്മീയ നേതാക്കന്മാരും തകർന്നു പോകുന്ന മേഖലയാണ്. മഹത്വം എല്ലാം അറുക്കപ്പെട്ട കുഞ്ഞാടികൾ. ദൈവമാണ് സ്തുതിക്കും എല്ലാ പുകഴ്ചയ്ക്കും യോഗ്യൻ. അപ്പോൾ നാം ചെയ്യുന്നതെല്ലാം അവന്റെ മഹത്വത്തിന് വേണ്ടി, നമ്മുടെ പുകഴ്ചയ്ക്കല്ല. കൊടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, വിഷമെടുക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ ചെക്ക് യുവർ മോട്ടീവ്. എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ശോധന ചെയ്യണം. പലപ്പോഴും നമ്മൾ കൊടുക്കുന്നതൊക്കെ ഇംപ്രസ് ചെയ്യാൻ, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ അങ്ങേ കരയിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ അതിന് വലിയ പ്രയോജനം ഉണ്ടാകത്തില്ല. കർത്താവാകുന്ന അടിസ്ഥാനത്തിന്റെ മേൽ എല്ലാം അങ്ങയുടെ മഹത്വത്തിനാണ്. അപ്പോസ്തലനായ പൗലോസ് എത്ര വലിയ മനുഷ്യനായിരുന്നു അറിയാം. അദ്ദേഹം പറഞ്ഞു, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അങ്ങയുടെ മഹത്വത്തിന്. വാട്ട് എ വേ ടു ലിവ്, ഇല്ലയോ? അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചില്ല ഇന്നത്തെ മെസ്സേജ് തുടങ്ങി. ഹൗ ദെൻ ഷാൽ വി ലിവ്? ആൻസർ, എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുക.
രണ്ടാമതൊരു ചെക്ക് പോയിന്റ് കൂടെ ഉണ്ട്. കർത്താവാകുന്ന അടിസ്ഥാനത്തിന്റെ മേലാണ് പണിയുന്നതെങ്കിൽ ദൈവവചന പ്രകാരമേ പണിയത്തു. When we build on that foundation, we will build on the basis of God's word. എന്നാൽ നമുക്കെല്ലാം ഈ കോംപ്രമൈസിങ് ക്രിസ്ത്യൻ കേട്ടിട്ടുണ്ട്. ആ കോംപ്രമൈസ് ചെയ്ത ക്രിസ്ത്യനിൽ ഒരാളാണ് ലോത്ത്. നാം വായിച്ച വേദഭാഗത്ത് പറഞ്ഞു, തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ പ്രവൃത്തിയെല്ലാം പോകും, താനോ രക്ഷിക്കപ്പെടും. അങ്ങനെ ഒരു വിശ്വാസിയായും ഭക്തനായും നീതിമാനായും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ലോത്ത്. 2 പത്രോസ് വായിച്ചു നോക്കണം. ലോത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നീതിമാനായ ലോത്തെന്നാണ്. അതിനെക്കുറിച്ച് ലോത്തിനെ കുറിച്ച് ഒരു മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു, സേവ്ഡ് സോൾ ബട്ട് ലോസ്റ്റ് ലൈഫ്. ആത്മാവ് രക്ഷിക്കപ്പെട്ടു, ജീവിതം പോയി. ആരെ കൂടെ ശോധന ചെയ്യുമ്പോൾ ഒന്നുമില്ല. അടുത്തൊരു പാട്ടുണ്ട്, മസ്റ്റ് ഐ ഗോ എംപ്റ്റി ഹാൻഡഡ്, വെറും കൈയായി ഞാൻ ചെല്ലുമ്പോൾ. അപ്പോൾ നിത്യതയുടെ തുറമുഖത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മഹത്വത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് ചെല്ലുമ്പോൾ ഇല്ല. കാരണം ദൈവം അതിനെ ശോധന ചെയ്തു. എന്റെ മഹത്വത്തിന് വേണ്ടി, പുകഴ്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, പേരിനോ പ്രസിദ്ധിക്ക് വേണ്ടിയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവരാജ്യത്തിന്റെ കണക്കിലില്ല. നമുക്ക് പണിയാനൊരു വഴിയേ ഉള്ളൂ, ബേസ്ഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. എന്നാൽ പലപ്പോഴും നമുക്കത് കഴിയുന്നില്ല. കാരണം എന്നാണെന്നറിയാം, ദൈവവചന പ്രകാരം ജീവിക്കുക എന്ന് പറയുന്നത് പോപ്പുലർ വേ അല്ല. It's not sometimes the prosperous way also. ദൈവവചന പ്രകാരം ജീവിക്കാൻ താല്പര്യപ്പെട്ടവർക്ക് ചിലപ്പോൾ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കർത്താവ് പറഞ്ഞില്ല നഷ്ടങ്ങളുണ്ടാകും. യേശു തമ്പുരാനെ പോലെ പ്രസംഗിച്ചിട്ടുള്ള ആരില്ല. കാരണം എന്നാണെന്നറിയാം, 5000 പുരുഷന്മാർ ഉൾപ്പെടെ അത്രയും പേരോട് പ്രസംഗിക്കുക. ഏകദേശം 10,000-20,000 പേര് കാണുമെന്നാണ് എൻ്റെ വിചാരം. പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവസാനം 12 പേരേ ഉള്ളൂ. ആ 12 പേരോടും ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മനസ്സാണോ? ഈ ഉപദേശി അടുത്ത വർഷം വിളിക്കൂ? വിളിക്കത്തില്ല. കർത്താവ് ഒരിക്കലും മിസ് ചെയ്ത വേർഡ്സ്. Discipleship is very costly, very costly. അത് ദൈവവചന പ്രകാരം ജീവിക്കുക എന്ന് പറയുന്നത് അല്പം പ്രയാസമാണ്. It's not the prosperous way, it is not the popular way, and there is no shortcut, not an easy path. എന്നാൽ നാം ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ വചനപ്രകാരം ജീവിച്ചാൽ ആ അടിസ്ഥാനത്തിന്റെ മേൽ നാം പണിയുന്നു. 3, കർത്താവാകുന്ന അടിസ്ഥാനത്തിന്റെ മേലാണ് പണിയുന്നതെന്നുള്ളൊരു 3ാമത്തെ തെളിവുണ്ട്. അവസാനം പറഞ്ഞ്, ഞാൻ അടിസ്ഥാനം വിട്ടു വേറൊരുത്തിന് ഇതിന്റെ മേൽ പണിയുന്നു. ഈ മറ്റുള്ളവരോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു തെളിവുണ്ട്, കർത്താവാകുന്ന അടിസ്ഥാനത്തിന്. ചിലർക്ക് തന്നെ പണിയാൻ അറിയത്തുള്ളൂ, വേറെ ഒരു മനുഷ്യനെ പോലും പഠിപ്പിക്കത്തില്ല. They don't know how to be in fellowship with love and good relationship with others. ആധ്യാത്മികതയുടെ വലിയ ഉരകല്ലാണ് സ്നേഹം, കൂട്ടായ്മ, relationship. If we cannot keep relationship, we must take our spirituality. ഇവിടെ അവസാനം പറഞ്ഞു, ഒരുവൻ ഞാൻ അടിസ്ഥാനം വിട്ടു, മറ്റൊരുത്തൻ ഇതിന്റെ മേൽ പണിയും. അപ്പോൾ പണിയുമ്പോൾ കൂട്ടായ്മയുടെ ബന്ധം ഉണ്ടായിരിക്കണം. ഇന്ന് രാത്രി ഇരിക്കുമ്പോൾ ശോധന ചെയ്യുന്ന ഈ അടിസ്ഥാനത്തിന്റെ മേലാണോ? കർത്താവിന് പ്രസിദ്ധനായിരുന്ന FB മായർ, നല്ല അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ. അദ്ദേഹത്തിന്റെ പുസ്തകം കിട്ടുന്നതൊക്കെ വായിക്കണം. വെരി നൈസ് ബുക്സ്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അനുഗ്രഹിക്കപ്പെട്ട സ്പർജന്റെ ശുശ്രൂഷയൊക്കെ നടക്കുന്ന സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാമ്പൽ മോർഗൻ താൻ ഇരിക്കുന്ന സ്ഥലത്തോട്ട് വരാൻ തീരുമാനിച്ചു. ഓൾറെഡി പ്രസിദ്ധനായ ഒരു മനുഷ്യൻ പ്രസംഗിക്കുന്നുണ്ട്. അതിന്റെ അടുത്താണ് ഇദ്ദേഹത്തിന്റെ കൊച്ചു പള്ളി. അതുകൂടാതെ ക്യാമ്പൽ മോർഗൻ എന്ന് പറയുന്ന ശക്തനായ പ്രസംഗകനും കൂടെ വന്നാൽ ഇദ്ദേഹത്തിനൊരു പേടി, എന്റെ പള്ളിയിലുള്ളവരെല്ലാം പോകുമോ, ന്യായമായിട്ടുള്ള പേടിയില്ല.
ആത്മീക കൂട്ടം നടത്തുന്നവർക്ക് എനിക്കാൻ പേടിയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് എന്നെ വളരെ ചിന്തിപ്പിച്ചു. ക്യാമ്പൽ മോർഗൻ സമുദ്രത്തിന്റെ അപ്പുറത്തായിരുന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രയാസമില്ല. എന്നാ എന്റെ നെയ്ബർഹുഡ് വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ ഒരു പ്രയാസം. ശരിയല്ലോ? അതുകൊണ്ട് അവർ ദേവാസം പറഞ്ഞു, പലപ്പോഴും നമ്മുടെ അയൽവാസി എന്ന് പറയുന്ന അയൽവാസിയുടെ അപ്പുറത്തുള്ള അയൽവാസി, നേരെ അടുത്തുള്ളയാണ് നമ്മുടെ അയൽവാസി. കാരണം എന്താണെന്നറിയോ? റിലേഷൻഷിപ്പ് അങ്ങോട്ട് കീപ്പ് ചെയ്യാൻ ഒക്കില്ല. പക്ഷെ എപ്പിമാരെ ഇച്ഛിച്ചില്ലയോ തമ്പുരാൻ ഇഷ്ടമെന്ന് നിറവേറി ക്യാമ്പൽ മോഡ് വരികയും ചെയ്തു. അദ്ദേഹവും പ്രസംഗം തുടങ്ങി അദ്ദേഹത്തിന്റെ പള്ളിയിൽ നിന്ന് അവർ വരും. ഇദ്ദേഹത്തിന്റെ ഈവനിങ് സർവീസിന് ആൾ കുറഞ്ഞു വരികയാണ്. ആദ്യമൊക്കെ വലിയ കയ്പ് പ്രയാസം. എന്നാൽ ദൈവം തമ്പുരാൻ ഇടപെട്ടു. ഒരു ദിവസം രാവിലെ അദ്ദേഹം അനൗൺസ് ചെയ്തു, ഇന്നു മുതൽ വൈകുന്നേരം സർവീസ് ഇല്ല. നമ്മളെല്ലാവരും കൂടെ we all are going to Campbell Morgan's church. We all. ഒരുപാട് ദൈവകൃപ വേണമെങ്കിൽ അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന ദൈവമക്കൾക്കുള്ള ഗ്രേസിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞു. അദ്ദേഹം പോയി നടന്നെന്താണെന്നറിയാമോ? ആ ആലയം നിറഞ്ഞ് ഓവർഫ്ലോ ചെയ്തു. പോകാൻ സ്ഥലം വേണ്ടായിരുന്നു. എഫ്പിമാരുടെ ആലയം നിറഞ്ഞു. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ ബിൽഡിംഗ് ഫോർ ഗോഡ്സ് ഗ്ലോറി, ബിൽഡിംഗ് ഇൻ ഫെലോഷിപ്പ്, ബിൽഡിംഗ് ഓൺ ദ ബേസിസ് ഓഫ് ഗോഡ്സ് വേർഡ്. ദൈവവചന പ്രകാരം ജീവിക്കുന്നു. വളരെ കോൺട്രവേഴ്സി ഉള്ളൊരു പാട്ട് ഞാൻ പറയാം. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചു. ഈ അത്രയുമേ പാടിയുള്ളെങ്കിലേ കോൺട്രവേഴ്സി ഉള്ളൂ. അടുത്ത 2 ലൈനൂടെ പാടാമെങ്കിൽ കോൺട്രവേഴ്സി പോകും. നിന്റെ വചനം പോലെ ഞാൻ ചെയ്യും, നിന്റെ വഴിയിൽ തന്നെ നടക്കും. ആ ഭാഗത്തിന് ഒരു കോൺട്രവേഴ്സി ഇല്ല. പക്ഷേ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ പണിയണം. 2 കാര്യം ഞാൻ പറഞ്ഞു. Build the grace of God given to you. 2, build on the foundation. 3, പണിയുമ്പോൾ മരം പുല്ല് വൈകോല് കൊണ്ടല്ല, സ്വർണം വെള്ളി വിലയേറിയ യൂസ് ദ കോസ്റ്റ്ലി തിങ്സ്. ദൈവരാജ്യത്തിൽ നിലനിൽക്കുന്നതൊക്കെ വില കൊടുക്കുന്നതിനേ ഉള്ളൂ, ചീപ്പായിട്ടൊന്നുമില്ല. ആരാ പറഞ്ഞത്? മൂടിയുടെയാണ് സ്റ്റേറ്റ്മെന്റ്. You know, in the kingdom of God, entrance is free, subscription is very heavy. എന്ത് പണിയാണെങ്കിലും അല്പം ചെലവുണ്ട്. കർത്താവ് പറഞ്ഞു, അത് തന്നെ പറഞ്ഞു, ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ തിരിച്ച് തനിക്കുള്ളതൊക്കെ വിട്ടു പിരിയുന്നില്ലെങ്കിൽ എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഫുൾ സ്റ്റോപ്പ്. അവിടെ നെഗോഷിയേഷൻ ഒന്നുമില്ല. കർത്താവ് മുമ്പ് ചോദിക്കുന്നു, if you want to follow me. അപ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമേ പണിയാവൂ. അതുകൊണ്ടാണ് ദാവീദ് ഓർന്നാന്റെ കളത്തിൽ ആരാധനയ്ക്ക് വേണ്ടി ചെന്നപ്പോഴേ ദൈവം അയച്ചതാണ്, എനിക്ക് ഓർന്നാന്റെ കളത്തിൽ എനിക്കൊരു യാഗം കഴിക്കണം. അവിടെ ചെന്ന ഉടനെ ഓർന്നാൻ ചോദിച്ചു, എന്തിനു വന്ന? ഉടനെ പറഞ്ഞു, ദൈവം എന്നോട് പറഞ്ഞു നിന്റെ സ്ഥലത്ത് വന്നൊരു യാഗപീഠം പണിത് ആരാധിക്കണം. ഓർന്നാൻ പറഞ്ഞു, രാജാവിന് എന്തോ വേണ്ടി? സ്ഥലം വേണോ? യാഗപീഠം പണിത് തരണോ? യാഗവസ്തു വേണോ? വിറക് വേണോ? എല്ലാം എന്റെ വകയായിട്ട് ഞാൻ ആ ഭാഗം പ്രസംഗിക്കുമ്പോഴൊക്കെ പറയും, ചിന്തിക്കുമ്പോഴും പറയും, ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞു നടത്തിയ വിധങ്ങൾ ഓർത്താൽ നന്ദി ഏകിടാതെ തമ്പുരാൻ കൊണ്ടുവരുന്ന വഴികളില്ലയോ. എന്നാൽ ദാവീദ് ഉടനെ പറഞ്ഞു, ചിലവില്ലാത്ത യാഗം ഞാൻ യഹോവയ്ക്ക് അർപ്പിക്കുകയില്ല. You know, the blessedness, gracefulness, the power in our Christian life is proportional to the price
we pay for it. ഞാൻ ഗ്രേസും ഫെയ്ത്തും ഒക്കെ മാറ്റിവെക്കുകയല്ല. നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്ന ദൈവശക്തി എന്ന് പറയുന്നുണ്ട്. ആത്മീയ ശക്തി, ദ ഷാർപ്നെസ് ഓഫ് അവർ ടെസ്റ്റിമണി. കർത്താവിന് വേണ്ടി എന്ത് വില കൊടുക്കുന്നു, എന്തുമാത്രം വിട്ടുകൊടുക്കുന്നു എന്ന് വെളിച്ചത്തിലാണ്. വിലയുള്ളതൊക്കെ എന്താ? ചിലത് ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. വി മസ്റ്റ് ബി പ്രാക്ടിക്കൽ. ഒന്ന്, പ്രയർ ഈസ് വെരി കോസ്റ്റ്ലി. ഇല്ലേ? എന്തായാലും പ്രാർത്ഥിക്കാത്ത. ഞാൻ പലപ്പോഴും പറയും, പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണോ? ഇപ്പോൾ ഒരു ചെറിയ തുണ്ടങ്ങ് പാസ് ചെയ്യാന്ന് വിചാരിച്ചു. എല്ലാവരുടെയും ഡു യു ലൈക്ക് ടു പ്രേ? നിങ്ങളെല്ലാം എഴുതി തരാൻ പോകുന്ന ഉത്തരം ഇപ്പം ഞാൻ പറയാം, യെസ്. അപ്പൊ എനിക്കൊരു ചോദ്യം അങ്ങോട്ട് ഒന്നുകൂടുണ്ട്. Then why don't you pray? Reason understandable. It is costly to pray. പാടാൻ എളുപ്പമാ, പ്രസംഗിക്കാനും എളുപ്പമാ. പ്രാർത്ഥന എന്ന് പറയുന്നത് പോരാട്ടമാണ്. ദൈവവചനം പറയുന്നത് ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. ദൈവജനം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച സ്ഥലത്താണ്. കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച സ്ഥലത്താണ്. ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച സ്ഥലത്താണ്. ദൈവ സഭകൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന സഭയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ മിസ് ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാമോ? We don't pray. പ്രാർത്ഥിക്കുന്നില്ല. കാരണം പ്രാർത്ഥന വലിയ ചിലവുള്ള പ്രാർത്ഥനയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ, പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി എന്നെ വന്ന് കണ്ടുകൂട്ടി. പേര് പറയത്തില്ല, പേര് പറഞ്ഞ് ചിലപ്പോൾ പരിചയമുള്ളവരാണ്. എൻ്റെ അടുത്ത് വന്നേച്ച് പറഞ്ഞു, ഞങ്ങളെ തരുന്നു വേണ്ടി പ്രാർത്ഥിച്ച കൂട്ടത്തിൽ എൻ്റെ സണ്ണിൻ്റെയൊക്കെ ഇതുപോലെ ക്യാൻസർ വന്ന ലിംഫോമ. തരുന്നു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. അവരൊന്നിച്ച് സ്കൂളിൽ പഠിച്ചതാണ്, വെല്ലൂരി. അതിനുശേഷം ആ പെൺകൊച്ചനോട് പറഞ്ഞത്, അങ്ങനെ ഞാൻ തരുണിന്റെ വിവരം അറിഞ്ഞപ്പോൾ ആ മാരീഡ് അല്ലായിരുന്നു. അന്നോടെ പ്രാർത്ഥിക്കുമായിരുന്നു. മാരീഡ് അല്ലായതുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, നീ എനിക്ക് ആ ക്യാൻസർ ഇത് തന്നെ, നീ തരുന്ന ഹീലിംഗ് കൊടുക്കണം. ഞാൻ എൻ്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്ക് ഹഗ് ചെയ്യാൻ പ്രയാസമായി. എൻ്റെ ഹൃദയം അലിഞ്ഞു ചേർന്നു. ഒരു പെങ്കൊച്ച് പ്രാർത്ഥിച്ചു. മോശം പ്രാർത്ഥിച്ചതുപോലെ ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ദൈവം എന്റെ പേര് ആ ലിസ്റ്റിൽ നിന്ന് വെട്ടിയാലും തിരക്കേടില്ല. Don't curse them, don't judge them, please. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എനിക്ക് ഒരു ലജ്ജയില്ല. എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ്. വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേൽക്കും, പ്രാർത്ഥിക്കും. ഓർമ്മയുണ്ടായിരുന്ന സമയം എല്ലാം എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. എന്റെ കയ്യിൽ നിന്ന് പ്രോഗ്രാമൊക്കെ മേടിക്കും. സുവിശേഷ വേലയ്ക്ക് ഇറക്കിയത് പ്രാർത്ഥിച്ചാണ്. എനിക്കറിയാം, പ്രാർത്ഥിച്ചിറക്കി. ഇറങ്ങിക്കഴിഞ്ഞ സമയം മുതൽ എന്നോട് ലിസ്റ്റൊക്കെ ചോദിക്കും, എവിടെയാണ് പോകുന്നത്? പോകുന്നതിന് മുമ്പേ അവിടെ കയറി വെച്ചേ പോകത്തു. തിരിച്ചു വരുമ്പോൾ ചോദിക്കും, എങ്ങനെയുണ്ട് യോഗം? പ്രാർത്ഥന ചെലവാണ്. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട കാര്യം പണിയണമെന്നുണ്ടെങ്കിൽ ചെലവുള്ളതുകൊണ്ടേ ഒക്കത്തുള്ളൂ. പ്രയർ ഈസ് കോസ്റ്റ്ലി. രണ്ടാമതൊരു കാര്യം പറഞ്ഞു, ടൈം ഈസ് ഓൾസോ കോസ്റ്റ്ലി. നമുക്ക് സമയമില്ലല്ലോ. കാരണം നമ്മൾ പറയുന്നത് ശരിയാണ്. പ്രയോറിറ്റി വെച്ച് നോക്കുമ്പോൾ ഇതിന് കൊടുക്കാൻ നമുക്ക് വില കൊടുക്കാൻ ഒക്കത്തില്ല. മറ്റു കാര്യങ്ങളുണ്ടല്ലോ. കർത്താവിന് വേണ്ടി സമയമുണ്ടോ? സമയമുണ്ടാകണം. ഈ 3 ദിവസം ദൈവവചനം കേട്ടിട്ട് ഇറങ്ങിപ്പോകുമ്പോ എന്റെ ഹൃദയത്തിലെ പ്രാർത്ഥന, ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് ദൈവരാജ്യത്തിന് വേണ്ടി സമയമുണ്ടാകണം. ഇതേറ്റം ഉണരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം ഉണരണം. ഇരുന്ന് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. വട്ടത്തിൽ ഇരുന്ന പോരായ്മകളെ കുറിച്ച് നീട്ടി പറയുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. പ്രാർത്ഥിക്കണം. സമയം കണ്ടെത്തി. ഗിവ് ടൈം. ഒരിക്കലും നഷ്ടമാക്കില്ല കേട്ടോ. 3,
ഗിവിങ് ഈസ് കോസ്റ്റ്ലി. എന്താ കൊടുക്കുക? ചിലപ്പോൾ ഞങ്ങളുടെ ആലയത്തിൽ എപ്പോഴും പീക്കുക. ശരിയാ, തമ്പുരാൻ തന്നതുകൊണ്ടല്ലയോ കൊടുക്കാൻ ഒക്കുന്നു. Give until it hurts you. That's the way to give. That is the way to give. That is the way of blessing. ഈ 2 ചില്ലിക്കാശ് ഇട്ടത് തമ്പുരാൻ അന്നേരെ ശ്രദ്ധിച്ചില്ലയോ? വിധവ അങ്ങോട്ടിട്ട് 2 കാശ് ദൈവതമ്പുരാൻ നോക്കി. കാരണം അത് കർത്താവിന്റെ ഹൃദയത്തെ തട്ടുന്ന ആ കൊടുപ്പ്. വർഷങ്ങൾക്ക് മുമ്പ് 2000 രൂപ ഒരു ഡ്രാഫ്റ്റ് ദുബായിൽ നിന്ന് വന്നു. ഞാൻ ഇന്ന് ഓർമ്മ. അതിൻ്റെ കൂടെ എഴുത്തൊന്നുമില്ല. അതെനിക്ക് അയച്ചത് എൻ്റെ ഒരു സ്നേഹിതനാണ്. ഞങ്ങൾ ശുശ്രൂഷയിലൊക്കെ ആദ്യം ദുബായിക്ക് പോകുന്നതിന് മുമ്പേ നാട്ടിൽ ഒരുമിച്ചൊക്കെ ശുശ്രൂഷിക്കാൻ താല്പര്യപ്പെട്ട ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം ദുബായിൽ പോയി 3 മാസം അവിടെ താമസിച്ചു. ജോലി കിട്ടിയില്ല. വിസിറ്റ് വിസ വീണ്ടും പുതുക്കി. പിന്നെയും 3 മാസം ജോലി കിട്ടിയില്ല. പിന്നെയും പുതുക്കി. ജോലി കിട്ടിയില്ലെന്നുള്ളതിനേക്കാൾ അദ്ദേഹം നാട്ടിലായിരുന്ന സമയത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കഴിവായി. ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒന്നും കൊടുക്കാൻ ഒക്കുന്നില്ല. ആരാണ് പറഞ്ഞു കൊടുത്തു? ഏതോ ക്ലിനിക്കിൽ പോയി ബ്ലഡ് ഡൊണേറ്റ് ചെയ്താൽ പണം കിട്ടും. അവിടെ പോയി ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു. അതറിഞ്ഞൊരു സ്നേഹിതനെ എനിക്ക് കത്തെഴുതി 2000 രൂപ കയ്യിൽ കിട്ടിയ ഉടനെ സ്വന്തം ചെലവിൻ്റെ എടുത്ത് സൈലന്റ്. ആത്മാക്കളെ നേടുന്ന പണമാകും. Giving is costly. Sacrifice. ഈ വേർഡ് ഇപ്പോഴേ ഇല്ല. ദൈവരാജ്യത്തിൽ ഇപ്പോഴാണ് ആ പറയത്തേ ഇല്ല. കാരണം എന്നാന്നറിയോ? പേടി, ആള് പോയെങ്കിലോ. ദൈവരാജ്യം വളർന്നിട്ടുള്ളതെല്ലാം ത്യാഗത്തിലാണ്. ത്യാഗമില്ലാത്തടത്ത് ദൈവരാജ്യം വളരത്തില്ല. ആഘോഷങ്ങൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ദൈവരാജ്യം വളരണമെങ്കിൽ പുറകോട്ട് നോക്കിയോ. സഭാചരിത്രം പഠിച്ചു. വടക്കേ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ പോകാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. വളരെ ശക്തമായി ദൈവസഭ വളരുന്നത് എവിടാന്ന് എനിക്കറിയാം. ജീവിതത്തിലുള്ളതെല്ലാം വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ദൈവമക്കളുടെ ശുശ്രൂഷയിലാണ് കർത്താവ് അതിശക്തമായി ആത്മാക്കളെ നേടുന്നു. സാക്രിഫൈസ്, ബിൽഡ് വിത്ത് കോസ്റ്റ്ലി തിങ്സ്. 4, ഇവിടെ നാം വായിക്കുന്നു, തീയിൽ വെന്തുപോകുന്നതല്ല, നിലനിൽക്കുന്നതായിരിക്കണം, പെർമനന്റ് ആയിരിക്കണം. സോ ബിൽഡ് വിത്ത് പെർമനന്റ് തിങ്സ്, നിലനിൽക്കുന്നതായിരിക്കണം. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യം, ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. വിശ്വസിക്കുന്നുണ്ടോ? റിയലി? ലോകവും അതിന്റെ മോഹവും, world and its glory will pass away. എന്നാൽ തിരുവചനം പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ഈ 3 ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 3 ദിവസത്തെ സന്ദേശത്തിലും ഈ ഭാഗം കൂടെ സ്പർശിച്ചാണ് പോയിരിക്കുന്നത്. ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഇഷ്ടം. നിത്യതയിൽ ചെല്ലുമ്പോൾ എന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നവർ ഒറ്റ മാനദണ്ഡത്തിലാണ്. എത്ര നാട്ടിൽ പോയെന്നോ, എത്ര സ്ഥലത്ത് പോയെന്നോ, എത്ര കൂട്ടത്തോട് പ്രസംഗിച്ചതോ, ഇതൊന്നും തമ്പുരാന് വിഷയമല്ല. Did I fulfill his will in my life? ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറ്റിയെന്ന് മാത്രമേ തമ്പുരാൻ നോക്കത്തുള്ളൂ. ഇവിടെ നമ്മളെ എല്ലാം കുറിച്ച് തമ്പുരാൻ അങ്ങനെ നോക്കാൻ പോകും. വലിയ പ്രവൃത്തി ചെയ്തു എന്നുള്ളതല്ല. Did he do the will of God with his will in my life? ദൈവം താൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം എന്നിൽ കൂടെ നിവർത്തിച്ചു. ദാവീദിനെ കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്കുണ്ട്. ദാവീദ് തന്റെ തലമുറയിൽ
ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു, നിദ്ര പ്രാപിച്ചു. നല്ല എഴുതായി ലെഗസി ആയിരിക്കും. നമ്മുടെ സൗകര്യത്തിൽ എഴുതി വെക്കാൻ നല്ലതാണ്. ദാവീദ് തന്റെ തലമുറയിൽ നമ്മുടെ പേരപ്പുറത്ത് യഹോവയുടെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തു, നിദ്ര പ്രാപിച്ചു. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് സാധന ചെയ്യണം. Am I fulfilling God's plan in my life? ആവർത്തിച്ച് ഞാൻ പറഞ്ഞ വാക്കുകൾ പറയാൻ പോകുക. കാരണം ദൈവത്തിന് എന്തെങ്കിലും ഉദ്ദേശമുണ്ട്. അല്ലെങ്കിൽ ഈ ഭാഗം വീണ്ടും 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 മെസ്സേജസിൽ വരത്തില്ല. God has a wonderful plan, blessed plan, good plan for you. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്യമുണ്ട്, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അങ്ങനെയുള്ള പ്ലാനാണ് ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. നമ്മുടെ വിചാരം നമ്മുടെ ചിന്തയിൽ കൂടെ പോകുന്നതാണ് ബെസ്റ്റ് എന്നല്ല. God's plan is the best plan for you. ദൈവത്തോട് ചോദിക്കണം, Lord, what shall I do with my life? And do that. അതുപോലെ സന്തോഷമുള്ളൊരു ജീവിതം. You will be very comfortable. എന്നോട് ഞാൻ ചോദനയൊന്നും ഇട്ടുന്നില്ല. ഇപ്പൊ ഞാൻ ഇല്ലസ്ട്രേഷൻ പറയാം. യോനയുടെ കപ്പലിലും കാറ്റടിച്ചു, പൗലോസ് യാത്ര ചെയ്ത കപ്പലിലും കാറ്റടിച്ചു. ഒരുത്തൻ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പുറത്ത്, ഒരാൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ ഉള്ളിൽ. അപ്പൊ ഉടനെ ചിന്തിക്കും, എന്താ വ്യത്യാസം? യോന പോയ കപ്പലിലും അടിച്ചു, കൊടുങ്കാറ്റടിച്ചു. പൗലോസ് പ്രസ്ഥാനം പോയ കപ്പലിലും കൊടുങ്കാറ്റടിച്ചു. ചിലരൊക്കെ ക്രിസ്തീയ ജീവിതത്തെ വിലയിരുത്തുന്ന എങ്ങനെ? ആ ഭക്തന്റെ ജീവിതത്തിൽ കാറ്റുണ്ടല്ലോ. ഞാൻ അതിന്റെ ആഴത്തിലോട്ടൊന്ന് പോട്ടെ. യോനയുടെ കപ്പലെ കാറ്റടിച്ചപ്പോൾ അവൻ വെള്ളത്തിൽ പോയപ്പോഴാണ് കടൽ ശാന്തമായത്. അപ്പോൾ ഈ കപ്പലിലുള്ളവർ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവേഷ്ടത്തിന് പുറത്ത് ജീവിക്കുക, അവൻ പുറത്തു പോകണം. എന്നാൽ ദൈവേഷ്ടത്തിൽ ജീവിക്കുന്നവൻ കപ്പലിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പൗലോസിന്റെ കൂടെ ഉള്ളവർ രക്ഷപ്പെട്ടത്. ദൈവേഷ്ടത്തിൽ ജീവിക്കുന്നവരും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? യുവർ ലൈഫ് വിൽ ബിക്കം എ ബ്ലെസ്സിംഗ് ഫോർ മെനി. ലോകത്തിന് അതിനേക്കാൾ സന്തോഷമില്ല കേട്ടോ. When you begin to bless other people, that's the best way to live. നമ്മുടെ ജീവിതത്തിൽ എത്ര സന്തോഷമാണെന്നറിയാം. ഇന്ന് രാത്രി ജീവിതത്തെ ഒന്ന് വിലയിരുത്തി നോക്കുക. ഇതുവരെയും ചോദിച്ചിട്ടില്ലെങ്കിൽ തമ്പുരാനോടൊന്ന് ചോദിക്കണം, കർത്താവേ, എന്താ അങ്ങയുടെ ഇഷ്ടം? വാട്ട്സ് യുവർ പ്ലാൻ ഫോർ മൈ ലൈഫ്? ഞങ്ങളുടെ നാട്ടിലെ തമിഴ്നാട്ടില് ഒരു ദേവദാസം പ്രസംഗിക്കുന്നിടത്ത് പിള്ളേരെ ആരും വിടത്തില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കേരളത്തിലും ഒന്ന് പ്രസംഗിക്കും. കേരളത്തിൽ അത്ര അറിയാവുന്നതുകൊണ്ട് പിള്ളേരെയൊക്കെ കേൾക്കാൻ പറ്റും. കാരണം അതേ ശക്തമായി പ്രസംഗിക്കുന്നുണ്ടേ ചിലരൊക്കെ സുവിശേഷ വേലയ്ക്ക് പോകും. അപ്പം വീട്ടിലൊരു പേടി, ഇങ്ങനെ പ്രസംഗിക്കുന്നിടത്ത് കൊച്ചം പോയാൽ ഇനി അങ്ങ് അവൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി പോയെങ്കിലും. You know, if God's word is the will of God for your child, let me tell you something, that's the best thing that can happen to him. എല്ലാവരെ കുറിച്ചും പൂർണ്ണ സമയം വേലയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ വിളിക്കുന്നില്ല. But check with him, what does the Lord want with your life? ചോദിക്കണം, കർത്താവേ, നിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം. ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പോയ ഒരു മനുഷ്യനാണ് ഞാൻ. എത്രയോ നാൾ പലപ്പോഴും ഞാൻ മറന്നിട്ടു. എന്നാൽ ദൈവത്തിന്റെ കരുണയാലും അനേകരുടെ പ്രാർത്ഥനയാലും കർത്താവ് എന്റെ ജീവിതത്തെ വഴിതിരിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിനൊന്ന് തലകുനിച്ച് കൊടുക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. Now after 22 years looking back, I will praise the Lord. ഇതിനപ്പുറത്തിനോ എക്സ്ചേഞ്ച് ചെയ്ത് ജീവിക്കുന്ന വേറെ ഒരു ജോലിയില്ല. Because that was God's plan for me. നിങ്ങൾക്കതാക്കണമെന്നില്ല. എന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ ചോദിക്കണം, കർത്താവേ, എന്റെ ജീവിതത്തിൽ എന്താകുന്നു നിന്റെ ഉദ്ദേശം? അതേ നിലനിൽക്കത്തുള്ളൂ. ഒരു കാര്യം കൂടെ, മരമുള്ളു വൈക്കോലല്ല, സ്വർണം, തങ്കം, വെള്ളി, വിലയേറിയ കല്ല്, പ്ലീസിംഗ് കാര്യം. രണ്ടിനും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ
ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമായിരിക്കണം. എന്ത് ചെയ്താൽ പ്ലീസിംഗ് ടു ദ ലോർഡ്. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. നമ്മെ തന്നെ പ്രസാദിപ്പിച്ചാൽ നമുക്ക് തൃപ്തി വരത്തില്ല. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്നത് അസാധ്യവും, ഇമ്പോസിബിളാണ്. അതുപോലെ ഒരു ബാഗേജ് വേറെ ഇല്ലതായി. അനേകർക്ക് ജീവിതം ഒരു ബാഗേജ് ആയിത്തീരുന്ന ഇതുകൊണ്ടാണ്. ആത്മീയ ജീവിതം തന്നെ മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാനാ എന്തോ കഠിനമായ ജീവിതമാണെന്നറിയാമോ? എന്നാൽ ഏറ്റവും പ്രസാദകരമായ ജീവിതം, ദൈവത്തിന് പ്രസാദകരമായ ജീവിച്ചു നൽകി ലൈഫ് വിൽ ബിക്കം വെരി സിമ്പിൾ. എന്നും ചോദിക്കണം, കർത്താവേ, എന്റെ ജീവിതം അങ്ങേക്ക് പ്രസാദകരമാണോ? അങ്ങേക്ക് ഹിതപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്? ഐ വോണ്ട് ടു ലിവ് എ ലൈഫ് പ്ലീസിംഗ്. മദർ തെരേസയുടെ ഒരു പ്രാർത്ഥന നമുക്ക് എടുക്കാനുള്ള ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇപ്രകാരം: ലോർഡ്, what can I do for you today? What can I do with you today? And what can I do like you today? കർത്താവേ, ഇന്ന് എനിക്ക് നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനൊക്കും? ഇന്ന് നിന്നോട് കൂടെ എനിക്ക് എന്ത് ചെയ്യാനൊക്കും? മൂന്നാമത്തെ ചോദ്യം വളരെ നല്ലതാണ്. കർത്താവേ, ഇന്ന് നിന്നെ പോലെ എനിക്ക് എന്ത് ചെയ്യാനൊക്കും? വണ്ടർഫുൾ പ്രേയർ, എവറി ഡേ പ്രേ. എല്ലാം കഴിയുമ്പോൾ കർത്താവ് പ്രസാദിച്ചാൽ മതി. No, we want his smiling face. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യം. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, തീയെ കൊണ്ട് ശോധന ചെയ്യുന്ന ഒരു ദിവസം വരും. ഒരു ദിവസം നമ്മുടെ ആയുസ്സിൽ നാം ചെയ്തതൊക്കെ ലോകം ഒരുപക്ഷെ കൈയടിച്ച് കാണും, അനുമോദിച്ച് കാണും, അനേകായിരങ്ങൾ കൂടി വന്ന് കാണും, നമ്മുടെ പേര് വലിയ ലിസ്റ്റിലൊക്കെ വന്ന് കാണും. But there is a day of divine inspection. ദൈവം ശോധന ചെയ്യുന്നൊരു ദിവസമുണ്ട്. എന്റെ മോട്ടീവിനെയും എന്റെ ജീവിതത്തെയും എന്റെ പ്രവൃത്തികളെയും തമ്മിലാണ് ശോധന ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം എനിക്ക് എന്റെ ചെവിയിൽ കേൾക്കാനിടയാകണം. Well done, my good and faithful servant. നിലനിൽക്കുന്നു എങ്കിൽ തിരുവചനം ഇങ്ങനെ പറയുന്നു, പ്രതിഫലമുണ്ട്. You know, Christian life is a life of sacrifice, but let me tell you the other side of the story. It is a life of blessing because God is a rewarder. ദൈവം പ്രതിഫലം തരുന്ന ദൈവമാണ്. ദൈവം പഠിപ്പിക്കുന്നു. അത് നിത്യതയിൽ മാത്രമല്ല, ഈ ലോകത്തിൽ. ശീമോൻ പത്രോസ് യേശുവിന്റെ അടുക്കൽ ഓടി വന്ന് ചോദിക്കാൻ കാരണമാണ്, ധനവാനായ ഒരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, ഗുരു, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യും? കർത്താവ് എല്ലാം പറഞ്ഞു. അവനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, നിന്റെ സമ്പത്തെല്ലാം വിറ്റ് തന്നെ അനുഗമിക്കണം. അവൻ വലിയ ധനിയനായിരുന്നുകൊണ്ട് സങ്കടത്തോടെ പോയി. കർത്താവ് അത് കണ്ടുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പത്രോസ് ഓടി വന്ന് ചോദിച്ചു, മാസ്റ്റർ, വി ഹാവ് ലെഫ്റ്റ് എവറിത്തിങ്, വാട്ട് വിൽ വി ഗെറ്റ്? ഗുരു, ഞങ്ങളെല്ലാം വിട്ടു, ഞങ്ങൾക്ക് എന്തോ കിട്ടും? കർത്താവ് മറുപടി പറഞ്ഞു, എന്റെ നാമം നിമിത്തം അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ ചിരിച്ചാൽ ഈ ലോകത്തിൽ, തിരുവനന്തപുരത്തിലുള്ള വാക്യം കേട്ടോ, ഈ ലോകത്തിൽ കഷ്ടങ്ങളോടുകൂടെ 100 മടങ്ങ് വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ. You know, life with God pays. It pays to live in the will of God. God is a rewarder. പ്രതിഫലം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ചില വേഗത്തിൽ ചില ഉദാഹരണം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എബ്രായ ബാലന്മാരോട് ചോദിച്ചു നോക്കണം, കമ്മിറ്റ്മെന്റിന് വല്ല പ്രതിഫലമുണ്ടോ കുഞ്ഞുങ്ങളെ? തീക്കകത്തോട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, അത് ഇറ്റ്സ് ഡിഫിക്കൽട്ട്. ഇവിടെ 3 പേരുടെ നടുവിൽ എഴുന്നേറ്റ് എന്നൊരു വാക്ക് പറയാൻ നമുക്ക് പ്രയാസം. പക്ഷേ എബ്രായ ബാലന്മാർക്ക് 7 ഇരട്ടി ചൂടിനകത്ത് നിന്നുകൊണ്ട് പറയേണ്ടി വന്നു. And ask them, does it pay to make a commitment to the Lord? You know what they would say? Yes. യോസേഫിനോട് ചോദിച്ചതെനിക്ക്, വേർപെട്ട വിശുദ്ധ ജീവിതം ജീവിക്കുന്നതുകൊണ്ട് പ്രതിഫലം വരുന്നതുകൊണ്ടോ? അവരെന്ത് പറയുമെന്നറിയോ? നിശ്ചയമായും പ്രതിഫലമുണ്ട്. God is a wonderful rewarder. മൊർദെഖായി എന്നൊരു മനുഷ്യൻ എസ്തേറിന്റെ പുസ്തകത്തിലുണ്ട്. തിരുവചനം പഠിച്ചു നോക്കണം.
അവൻ വിശ്വസ്തനായിരുന്നു, സ്വന്തക്കാരോട് വിശ്വസ്തനായിരുന്നു, അതുകൊണ്ടാണ് എസ്തറിനെ വളർത്തിയത്. രാജാവിനോട് വിശ്വസ്തനായിരുന്നു, അതുകൊണ്ടാണ് രാജാവിന്റെ ജീവനെ രക്ഷിച്ചത്. സ്വന്തം ജനത്തോട് വിശ്വസ്തനായിരുന്നു, അതുകൊണ്ടാണ് ജനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. Ask Mordecai, does it pay to be faithful? He will say yes. ചരിത്രം നമുക്കറിയാമില്ലയോ? വഴിയെ രാജാവിന്റെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ ഇരുന്നവനെ രാജാവിന്റെ തുരകത്തിന്റെ പുറത്ത്, ഹോഴ്സിന്റെ പുറത്ത് കയറ്റി നടത്തിയവനാണ് നമ്മുടെ ദൈവം. കാരണം എന്നാണെന്നറിയാമോ? ദൈവം പ്രതിഫലം നൽകുന്നവനാണ്. നാളിൽ പ്രാർത്ഥിച്ച അമ്മമാരോട് ചോദിക്കണം, കണ്ണുനീരിന് വല്ല ഉത്തരവുണ്ടോ? കണ്ണുനീരിന് മറുപടി ഉണ്ടെന്ന് അവർ എഴുന്നേറ്റ് സാക്ഷി. എനിക്കൊരു സ്നേഹിതനുണ്ട്, വളരെ മോശപ്പെട്ട ജീവിതത്തിൽ ജീവിച്ച, എന്നോട് പലപ്പോഴും സാക്ഷി പറയുന്നത്, രാത്രിയിലൊക്കെ ഞെട്ടി എഴുന്നേക്കും. കാരണം എന്നാണെന്നറിയോ? കാലയിൽ വെള്ളം വീഴുന്നവർ തോന്നുന്നു. കാരണം എന്നാണെന്നറിയോ? അമ്മ കാൽക്കലിരുന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീര് ധാരധാരയായി ഒഴുകി കാലിലോട്ട് വീഴുമ്പം ചെറുപ്പക്കാരൻ എഴുന്നേക്കുന്ന ആ സമയത്ത് തലതലയൊക്കെ പറഞ്ഞെങ്കിലും ദൈവം തമ്പുരാനെ ചെറുപ്പക്കാരനെ പിടിച്ചു കുലുക്കി. കാരണം എന്നാണെന്നറിയാമോ? പ്രാർത്ഥനയ്ക്ക് പ്രതിഫലമുണ്ട്, വിശ്വസ്തതയ്ക്ക് പ്രതിഫലമുണ്ട്, സാക്ഷ്യ ജീവിതത്തിന് പ്രതിഫലമുണ്ട്, ക്രിസ്തീയ ജീവിതത്തിനും പ്രതിഫലമുണ്ട്. It pays to be pure also. വിശുദ്ധിയോടെ ജീവിക്കുന്ന ദൈവമക്കൾക്ക് നിശ്ചയമായും പ്രതിഫലമുണ്ട്. തിരുവചനത്തോട് ഞാൻ വിശ്വസ്തത കാണിക്കണമെന്ന് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഒരു നാൾ വരുന്നു, എന്റെ കർത്താവിന്റെ ആത്മമണവാണ് ആകാശത്തിന്റെ അയച്ചിറങ്ങി വരുന്നൊരു ദിവസമുണ്ടെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. തന്റെ സഭയെ വീണ്ടെടുക്കുവാൻ വരുന്ന ആ ദിവസം, there is a day coming when Jesus shall come and return with glory, and you and I will stand before him one day. അന്ന് ഈ ലോകത്തിൽ തനിക്ക് വേണ്ടി ജീവിച്ച തന്റെ മക്കളെ ആദരിക്കുന്ന ദൈവമാണെന്നാണ് എന്റെ വിശ്വാസം. കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ചവർ, നാട് വിട്ടവർ, കൂട് വിട്ടവർ, നാമധേയ കൂട്ടമിട്ടവർ, ജീവിതത്തിന്റെ ഭാരങ്ങളും ഒക്കെ പ്രയാസങ്ങളും അനുഭവിച്ച ദൈവത്തിന്റെ മക്കളെ ആദരിക്കുന്ന ഒരു കർത്താവുണ്ട്. എനിക്കൊരു പെൺകുട്ടി അറിയാം, ഞങ്ങളുടെ സകലമേ. കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് അവൾ ഇറക്കപ്പെട്ടു. അവൾക്കുണ്ടായിരുന്ന സകലവും നഷ്ടപ്പെട്ടു. ഒരു ഇഞ്ച് ഭൂമി പോലും ഒപ്പം കൊടുത്തില്ല. ചെറിയ കാര്യമല്ലേ കേട്ടോ, ആൺകുട്ടികളാണ് സാരമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദിവസം എന്റെ രാജാവ് എഴുന്നേൽക്കുമ്പോൾ നഷ്ടമൊക്കെ പരിഹരിക്കുന്ന ഒരു കർത്താവുണ്ട്. താതൻ പേർക്കായി സേവ ചെയ്തതായി, താതൻ എന്നെ മാനിക്കുവാനായി തരും ഓരോരോ ബഹുമാനി വിളങ്ങിടും കിരീടങ്ങളായി ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാസന്നദ്ധനായി നിന്നിടുന്നേ ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ ഹല്ലേലൂയ പാടുക. പ്രൈസ് ദി ലോർഡ്. ലോകം എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിഞ്ഞുകൂടാ വീഴുന്നോ. പക്ഷെ നിത്യതയിൽ ലഭിക്കുന്ന സൗഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം. ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഞാൻ സ്നേഹിക്കുന്ന ഒരാൾക്ക് വലിയ സ്നേഹം എന്നോട് 75 വയസ്സുണ്ട്. ആയുസ് മുഴുവൻ കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ആണ്ടുതോറും തിരുവനന്തപുരത്ത് മിഷൻസ് ഇന്ത്യയുടെ ഒരു കൺവെൻഷൻ, ഒരാഴ്ചത്തെ ബൈബിൾ ക്ലാസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കൺവെൻഷൻ ഈ പ്രിയക്ക് കാലിന് പ്രയാസമുണ്ട്, നടക്കാൻ വളരെ ക്ഷീണനാണ്. എന്നാൽ ഞങ്ങളുടെ സ്റ്റാഫിന്റെ ബൈക്കിന്റെ പുറകിൽ കാല് വീശി കയറിയിരിക്കാൻ പ്രയാസമുണ്ട്, സൈഡിലോട്ടേ ഇരിക്കത്തുള്ളൂ കേട്ടോ. ഇരുന്ന് ഏകദേശം 200 വീടുകൾ കയറി ഇറങ്ങി നോട്ടീസ് കൊടുത്തു.
യോഗത്തിന് ക്ഷണിച്ചു. ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്തതാണ്. ഏത് യോഗത്തിന് ചെന്നാലും അദ്ദേഹം പാഠപുസ്തകത്തിന്റെ ഒരു പാറ്റെടുക്കും. പാട്ടങ്ങോട്ട് കടന്നപ്പോൾ ആ പാഠപുസ്തകം എടുത്ത് 2 കൈ കൊണ്ടും തട്ടി ആവശ്യക്കാർക്ക് പാഠപുസ്തകങ്ങളെ കൊടുത്തു. ജീവിതത്തിന്റെ ഒരു അഭിലാഷം കർത്താവിനെ മാനിക്കുന്നു. അദ്ദേഹം ഒരു യോഗത്തിലൊന്നും പ്രസംഗിച്ചിട്ടില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന കാര്യം പറയാം. സ്വർഗത്തിന്റെ ദൈവം ഈ ഭൂമിയിൽ തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ അവന്റെ മുമ്പിൽ തന്റെ മക്കളെ വിളിച്ചിരുത്തുന്ന സമയത്ത് ശരീരക്ഷീണം മറന്ന് തനിക്ക് വേണ്ടി അധ്വാനിച്ച് തന്റെ വൈദ്യനെ ആദരിക്കുന്ന ഒരു ദിവസം. ഞാൻ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഒരു ജീവിതം, only one life. It will soon be past. Only what is done for Christ will last. There is only one life. ആരോ ഒരാൾ പറഞ്ഞു, it's like a clock, it is only wound once, never wound a second time. ജീവിതത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി. That's a blessed life in this world and in the world to come. ഈ ലോക ജീവിതത്തിലും കർത്താവിനോടുള്ള ജീവിതം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ്. നിത്യതയിൽ ആനന്ദകരമായ ജീവിതം. നമ്മുടെ ജീവിതം അങ്ങനെയാണോ ഇന്ന് രാത്രി ദൈവദിനത്തിന് മുമ്പിൽ ശോധന ചെയ്യും. ഒരു ദിവസം God will inspect our life. There is a day of divine inspection. There is a day of divine judgment. And there is a day of divine reward. അന്ന് തൻ്റെ ഇഷ്ടം ചെയ്ത് തന്നെ പ്രസാദിപ്പിച്ച തൻ്റെ മക്കൾക്ക് താൻ വലത്തുഭാഗത്തിരുത്തി തന്നെ ആദരിക്കുന്ന ഒരു ദിവസം ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. വേദപുസ്തകത്തിലെ ഒരു ഉപമ ഞാൻ പറഞ്ഞോട്ടെ. യജമാനൻ വരുമ്പോൾ വിശ്വസ്തരായി കാണുന്ന ദാസൻ ഭാഗ്യവാന്മാർ. അടുത്ത വാക്യം ഞാൻ പറയട്ടെ. അവൻ അവരെ ഇരുത്തി അരകെട്ടി അവരെ ശുശ്രൂഷിക്കും. അതാരെയും സന്തോഷിപ്പിക്കുന്നെങ്കിൽ കർത്താവിന്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന തന്റെ മക്കളെ. എനിക്ക് എന്റെ സ്നേഹിതരെ അറിയാം. ചില വീട്ടിലോട്ട് കയറുമ്പോൾ അവർ വാതിൽ അടയ്ക്കും, ചിലയിടത്ത് തുപ്പും, ചിലയിടത്ത് പീഡിപ്പിക്കും. എന്നാൽ എന്റെ വിശ്വാസം, ഒരു ദിവസം യജമാനൻ അവൻ ആരെ കെട്ടി അവരെ ശുശ്രൂഷിക്കും. കർത്താവ് ദാനം നമ്മുടെ കണ്ണിലെ കണ്ണുനീർ തുടക്കുന്ന ഒരു ദിവസം വളരെ വേഗത്തിൽ ആഗ്രഹമാകും. Praise the Lord. So let's get ready for that day. We don't know when. Today is our day. ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ വിലയേറിയ കാര്യങ്ങൾ കൊണ്ട്, വിലയേറിയ വസ്തുവകൾ കൊണ്ട്, നിലനിൽക്കുന്ന കാര്യങ്ങൾ കൊണ്ട്, ദൈവത്തിന് പ്രസാദം വരുന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്ന് നാം പണിയുന്നെങ്കിൽ ശോധന ചെയ്യുമ്പോൾ ആദരിക്കുന്ന ഒരു ദിവസം തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. താതൻ പേർക്കായി സേവ ചെയ്തതാ എല്ലാവരും ചേർന്ന് പാടണം, പ്രത്യാശ ഉറപ്പിച്ചുകൊണ്ട് പാടണം. ഇന്ന് രാത്രി കർത്താവുമായി ബന്ധപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിനെയുമായുള്ള ബന്ധത്തിൽ വരണം. അടിസ്ഥാനത്തിന് മേൽ ഇന്ന് പണിയണം. ദൈവ കൃപയോടുകൂടെ പണിയണം. കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി പണിയണം. ഒരു ജീവിതമേ ഉള്ളൂ, അത് യേശുവിന് വേണ്ടി ചിലവിടണം. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കർത്താവേ, ആ നിത്യതയ്ക്ക് വേണ്ടി, ആ ദിവസം എന്റെ ജീവിതത്തെ ഒരുക്കി. Let me live
for that day. ആ ദിവസത്തിന് വേണ്ടി എന്റെ ജീവിതത്തെ ഒരുക്കി ഈ ലോകത്തിൽ ജീവിപ്പാൻ നീ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു നാൾ നശ്വര ലോകം വിട്ട് പിരിയും. നാം അതിവേഗം അങ്ങയെ കരയിൽ നിന്ന് നാം നേടിയത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പ്രസിദ്ധനായ എമേശ്വരൻ സാർ എഴുതി പാട്ടാണ്. അങ്ങയെ കരയിൽ നിന്ന് നാം നേടിയത് എന്ന്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് ഒരുങ്ങാം. അല്പായുസ്സുള്ളല്ലോ. Live for eternity. Live with eternity. Stand in your eyes. നിത്യത നമ്മുടെ കണ്ണിന്റെ മുമ്പിലാകട്ടെ. ഓർക്കണമേ, we are in the land of the dying, going to the land of the living. തിരിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. We are not like in the land of the living going into the land of the dying. We are in the land of the dying. We are on the way going towards the land of the living. അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഹല്ലേലൂയ. ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങി സന്തോഷത്തോടെ ജീവിപ്പാൻ, അല്പായുസ്സുള്ളത് കർത്താവിന് വേണ്ടി ചെലവിടാൻ, ചെലവായി പോകാൻ, ദൈവത്തെ മാനിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അല്പായുസ്സുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. കൃപയോടുകൂടെ ജീവിപ്പാൻ കർത്താവെ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താതൻ പേർക്കായി സേവ ചെയ്തതാ. കാണുകയും പ്രതിഫലം തരികയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ആരും അറിയുന്നില്ല. കേമന്മാരുടെ ലിസ്റ്റിൽ നമ്മൾ പേരില്ല. യേശുവിനെ പ്രതി സങ്കടങ്ങൾ സഹിച്ചതല്ല, വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല. ആരും അറിഞ്ഞിട്ടില്ലായിരിക്കാം എന്ന് അറിയുന്നൊരു ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു പാനപാത്രം വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഭവനത്തിന്റെ ഒരു മുറി തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ ആശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ വേദനയിൽ കൂടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഒരുവനോട് കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാത്മാവിനെ നേടിയിട്ടുണ്ടെങ്കിൽ, എന്റെ കർത്താവ് എന്റെ യജമാനൻ വരുന്നു, അവൻ കൂലി മാറ്റുന്നവനല്ല,
വ്യവസ്ഥകൾ മാറ്റുന്നവനല്ല, നല്ല യജമാനനാണ്. തക്ക പ്രതിഫലം തരാമെന്ന് പറഞ്ഞിട്ട് പോയത് മറക്കത്തില്ല, മാറത്തില്ല. രാത്രി കൂടെ നമ്മൾ തീരുമാനിക്കും, കർത്താവേ എൻ്റെ ആയുസ് കൃപയോടുകൂടെ മതി. കൃപയില്ലാത്തതൊന്നും വേണ്ട. കൃപയുള്ള വാക്കുകൾ, കൃപയുള്ള പ്രവൃത്തികൾ, കൃപയുള്ള നോട്ടങ്ങൾ ചെയ്യുന്നതെല്ലാം കൃപയോടെ ചെയ്യാൻ. ലോർഡ് വിത്ത് ഗ്രേസ്. ബർന്നബാസ് വ്യാപരിച്ച ദൈവകൃപ അത് വേണം കർത്താവേ. അടിസ്ഥാനിച്ച് നിന്റെ മഹത്വത്തിന് വേണ്ടി മാത്രം നിന്റെ വചനത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ എന്നെ അനുവദിക്കരുത് കർത്താവേ. കുറുക്കുവഴി നോക്കാൻ എന്നെ അനുവദിക്കരുത്. വിലയുള്ളത് കൊണ്ട് പണിയാൻ പ്രാർത്ഥനയ്ക്ക് സമയം ചെലവിടാൻ കൊടുക്കേണ്ടതുപോലെ കൊടുക്കുക. സാക്രിഫൈസ് ചെയ്യുന്നതൊക്കെ സാക്രിഫൈസ്. കർത്താവേ, നിന്റെ ഇഷ്ടം മാത്രം ചെയ്യണം. ഇന്ന് രാത്രി ആർക്കെങ്കിലും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റിയിട്ട് അതിന് വിരുദ്ധമായി ജീവിക്കുന്ന ആരെങ്കിലും ഒരാൾ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ, maybe the message was for you. Get into the track today. That's the blessed track. Hallelujah. അത് അനുഗ്രഹിക്കപ്പെട്ട വഴിയാണ്. Hallelujah. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതന്മാർ മുൻപിലും പിൻപിലും രണ്ടു വശത്തും യാത്ര ചെയ്യുന്ന വഴിയാണ് ദൈവത്തിന്റെ ഹിതത്തിലുള്ള യാത്ര. Hallelujah. Hallelujah. അവനെ പ്രസാദിപ്പിച്ച് യജമാനനെ പ്രസാദിക്കണം. അത് മതി. എൻ്റെ യജമാനൻ പ്രസാദിക്കണം. അവൻ വരുന്നു, രാജാവായി വരുന്നു, ആത്മമണവാളനായി വരുന്നു. അരകെട്ടി ശുശ്രൂഷിക്കുന്ന ഒരു ദിവസം, ലോകത്തിന്റെ കഷ്ടങ്ങൾ മറക്കുന്നൊരു ദിവസമുണ്ട്, സങ്കടങ്ങൾ മാറുന്നൊരു ദിവസമുണ്ട്, അധ്വാനത്തിന് പ്രതിഫലം തരുന്നൊരു ദിവസമുണ്ട്, ത്യജിച്ച ലോകത്തിന്റെ മുമ്പിൽ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നെ മാനിക്കുന്നവനെ മാനിക്കുമെന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവം മറക്കത്തില്ല. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ഇതിന് നടുവിലുണ്ടല്ലോ. നിങ്ങളുടെ ഹൃദയം രാത്രി ഓർമ്മിട്ട് നിങ്ങളുടെ യജമാനൻ വരും. ഞങ്ങളെ വാഴ്ത്തപ്പെട്ട കർത്താവ്, 3 ദിവസം ഞങ്ങളുടെ നടുവിൽ തീരുന്നു. ഞങ്ങൾ പോകട്ടെ കർത്താവ്. നിന്റെ കൃപയോടുകൂടെ ജീവിക്കാൻ കൃപ തന്നെ. ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുമായി ഞങ്ങൾ മല്യുദ്ധം ചെയ്യുമ്പോൾ, when the rubber meets the road, Lord, help us to be real Christians. യഥാർത്ഥ ക്രിസ്ത്യാനികളായിരിക്കാൻ, പ്രമാണത്തിനനുസരിച്ച് ജീവിപ്പാൻ, ദൈവേഷ്ടത്തിന്റെ ഉള്ളിൽ ജീവിപ്പാൻ, ദൈവകൃപയോടുകൂടെ ജീവിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവ് യഥാസ്ഥാനപ്പെടേണ്ട ഒരൊറ്റ വിശ്വാസികളുടെ നടുവിലുണ്ടെങ്കിൽ എവിടെ നിന്നായാലും മടക്കി വരുത്തണം. ദൈവിക സന്തോഷത്തിലേക്ക് മടക്കി വരുത്തണം. ദൈവേഷ്ടത്തിന്റെ ഉള്ളിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നും പ്രാർത്ഥിക്കുന്നത് പോലെ ഏതെങ്കിലും ഭവനമോ വ്യക്തിയോ പ്രത്യേക ആവശ്യവുമായി ഇന്ന് ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ കർത്താവ് കരം നീട്ടി അവരെ അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി അവരെ തൊടണം കർത്താവേ. നീ തൊട്ടേ അവരെ പറഞ്ഞയക്കാവോ. അവരുടെ ഉള്ളിൻ്റെ ആവശ്യം നിനക്കറിയാം. വാർദ്ധക്യത്തിലുള്ളവരുണ്ട്, പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, ദുഃഖിക്കുന്നവരുണ്ട്, കർത്താവെ വേദന അനുഭവിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ നിന്റെ കൃപ അവർക്ക് കൊടുത്ത്, നിന്റെ ബണ്ടിൽ ഓഫ് ഗ്രേസ് കൊടുത്തേ കർത്താവേ. കൃപയോട് ഒരു കെട്ടു കൊടുത്തേ വിടാവുന്ന പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തുവേ.